ഉണ്ടായിരുന്നപ്പോൾ ദൈവമായി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വരെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ആത്മാർത്ഥമായ പ്രാർത്ഥന ഞങ്ങളുടെ ശരീരത്തിന്മേലും ആത്മാവിന്മേലും ഒരുപോലെ ബലവും സൗഖ്യമായി തീർന്നു. ഒന്നും തീവ്രമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകാതെ വളരെ വേഗത്തിൽ തന്നെ കർത്താവ് ഞങ്ങളെ ഇതുവരെയും പൂർണ്ണമായ സൗഖ്യത്താൽ നിറച്ചു. വീണ്ടും ഇന്ന് രാത്രി ദൈവമായി നിൽക്കുവാനുള്ള ബലം ദൈവം നൽകി തരേണ്ടതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവികമായ കൃപ നിങ്ങളോട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദിവസത്തിൽ മുന്നോട്ട് പോകുന്നു. ഓരോ ദൈവമക്കളുടെയും ജീവിത സാക്ഷ്യങ്ങൾ എടുത്തു നോക്കിയാൽ അനവധിയായ കാര്യങ്ങൾ തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കൂടി വരുമ്പോഴൊക്കെ നമ്മൾ പങ്കുവെക്കുകയാണെങ്കിൽ ഒത്തിരി പ്രവൃത്തികൾ ദൈവസഭയിൽ തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നുണ്ട്. ഓരോ അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കുന്നു. ദൈവികമായ സ്വഭാവത്തിലേക്ക് ദൈവം ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ദൈവം തൻ്റെതായ വഴിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കെപ്പോഴും സ്വീകാര്യമാകണമെന്നില്ല. പക്ഷെ ആ പ്രവൃത്തി അത് തികച്ചും നമുക്ക് ആനന്ദവും നമുക്ക് അവർണ്ണനീയവുമായിരിക്കും ദൈവത്തിന്റെ പ്രവർത്തികൾ. എന്നാൽ ദൈവം നമ്മളെ കടത്തിവിടുന്ന വഴികളൊന്നും അത്രമാത്രം നമുക്ക് എല്ലാം ഇഷ്ടപ്പെടണമെന്നോ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം തീരുമാനിക്കുന്ന വഴികളുണ്ട്. നമ്മളെ തകർത്തു പണിയാൻ ദൈവം ഉപയോഗിക്കുന്ന വഴികളുണ്ട്. ദൈവം വിവിധ ഇടങ്ങളിലൂടെ വിവിധ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചുറച്ച് വലിയൊരു ലക്ഷ്യത്തോടെ നമ്മളെ നയിക്കുമ്പോൾ ദൈവിക ഉദ്ദേശങ്ങളെയൊക്കെ നമ്മൾ അറിയുമ്പോൾ തന്നെ ദൈവിക വഴികളെ ദൈവം നന്മയ്ക്കാണ് സകലം ചെയ്യുന്നതെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ ദൈവം നടത്തുന്ന വഴികൾ അതെല്ലായ്പ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവത്തെ തന്നെ തന്റെ വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി, ഈ കർത്താവ് നടത്താൻ ശക്തനാണ്, ഈ ദൈവം നയിക്കുന്ന പാതയിലൂടെ നടന്നാൽ മതി, ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിച്ചാൽ മതി, സകലവും ദൈവം നന്മയ്ക്കാണ് ചെയ്യുന്നത്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവികമായ ആ സത്യങ്ങളെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആ സ്വഭാവത്തെ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിന്റെ പരിശോധനയിൽ, വിശ്വാസത്തിന്റെ പരിശോധനയിൽ, ക്ലേശകരമായ ദിനങ്ങളില്, മാനസികമായ സംഘർഷം ഉണ്ടാക്കുന്ന സമയങ്ങളില്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഞെരുക്കത്തിന്റെ അനുഭവങ്ങളോട് ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ മുടങ്ങുന്നു നമുക്ക് തോന്നുമ്പോൾ, നമ്മുടെ അത്യാവശ്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ മനസ്സാകുലപ്പെടുവാനും ദൈവത്തെ നന്നായി അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വലിയ വേദനകളും അസ്വസ്ഥതകളും ഒരു വശത്ത് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകാറുണ്ട്, ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവന്റെ ബലമുള്ള കൈക്കയിൽ എങ്ങനെയാണോ നാം ആയിരിക്കുന്നത്, എപ്രകാരമാണോ നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്നത്, നമ്മളെ നമ്മളായി തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട് അവന്റെ മഹത്വത്തെ പൂർണ്ണമായി അവൻ വെളിപ്പെടുത്തുന്നതിന് തക്കവണ്ണം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ നമ്മളായി തന്നെ, അതിനകത്ത് വേറൊന്നും ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ആയി തീർന്നിട്ട് എവിടൊക്കെയോ നമ്മള് കുറച്ചും കൂടെ ബലപ്പെട്ടിട്ട് വന്ന് അഭയം പ്രാപിക്കാനുള്ള ഉള്ളതല്ല ദൈവസന്നിധി. പിന്നെയോ നമ്മൾ എങ്ങനായിരിക്കുന്നു? സംശയാലുക്കളായിരിക്കുന്നു, പരിഭ്രമത്തിലായിരിക്കുന്നു, മരണഭീതി നമ്മളെ കയറി പിടിച്ചിരിക്കുന്നു, നമ്മുടെ ശരീരം ബലഹീനമായി, നമ്മുടെ ഭാവിയെ നമ്മൾ ഉത്കണ്ഠയോടുകൂടെ കാണുന്നു, നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ച് നമ്മുടെ കാലുകൾ അതേ ഉറപ്പില്ലാതെ നിൽക്കുന്നു. നമ്മൾ എങ്ങനായിരിക്കുന്നു? ഏത് വിധത്തിൽ നമ്മളായിരിക്കുന്നു? ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. അങ്ങനെ എങ്ങനെ നമ്മളായിരിക്കുന്നു അങ്ങനെ തന്നെ ഈ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാനും സമർപ്പിപ്പാനും നമ്മെ തന്നെ തുറന്നു കാട്ടുവാനും കഴിയുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും ഒരു പരാജയമാകത്തില്ല. നാം എന്തൊക്കെയോ ആണെന്ന് ആകണമെന്നും ഒക്കെ ഞാന് ഒട്ടും തളർന്നു പോകുന്ന ഒരാളല്ല എന്ന് നമുക്ക് ആരെയും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കിവിടെ ക്രിസ്ത്യാനിക്ക് തന്റെ മസിൽ പവർ അല്ല കാണിക്കേണ്ടത്, പിന്നെയോ തന്റെ സ്പിരിച്വൽ പവർ ആണ് വെളിപ്പെടേണ്ടത്. ഞാനോ തളരത്തില്ല, അങ്ങനെ എന്ത് വന്നാലും ഞാൻ ബാധിക്കത്തില്ല, അങ്ങനൊന്നും ബാധിക്കുന്ന മനസ്സല്ല എന്നൊന്നും ആരുടെ മുമ്പിൽ നമ്മുടെ ചങ്കൂറ്റവും നമ്മുടെ ധൈര്യവും കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. മറിച്ച് വിശ്വാസത്തിൽ ദൈവത്തെ ഉയർത്തേണ്ടതും ബലഹീനതയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി സ്വീകരിക്കേണ്ടതും ഏത് കഷ്ടങ്ങളിലും അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൈക്കൊള്ളാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അതെ, നമ്മുടെ ശക്തിയും നമ്മുടെ ബലവും മറ്റുള്ള മുമ്പിൽ വെളിപ്പെടുത്താനുള്ള തിടുക്കമല്ല നമുക്ക് വേണ്ടത്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ദൈവം നമ്മളെ കടത്തിവിടുന്ന
ഏതൊരു വഴികളിലും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം സ്വീകരിപ്പാനുള്ള ഒരു നല്ല മനസ്സ്, നല്ല മനസാക്ഷി, ദൈവവുമായുള്ള ബന്ധത്തിലൊരു സമാധാന ഐക്യബന്ധം നമുക്കുണ്ടെങ്കിൽ ഒരു തരത്തിലും ഈ പരിഭൂയാത്രയിൽ നമ്മൾ ലജ്ജിച്ചു പോകാൻ ഇടവരത്തില്ല. നമ്മൾ എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ ശ്രമിക്കും. ഞാൻ ആരുടെ മുമ്പിൽ തളരത്തില്ല, എന്റെ മുഖം പാടത്തില്ല, ഞാൻ വിശ്വാസത്തിൽ തികവുള്ള വ്യക്തിയാണെന്ന് എനിക്ക് കാണിച്ചേ മതിയാവും, ഇതെന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്നൊന്നും നമ്മള് അതേ ഭർത്താഭിമാനം, ഫോൾസ് പ്രസ്റ്റീജ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നാം തളരാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ നമ്മളെ ബലപ്പെടുത്തേണ്ട ആവശ്യം വരും. അതേ കർത്താവ് നേരിട്ടും കർത്താവ് തന്റെ ഭക്തന്മാരെ ഉപയോഗിച്ചും ഒക്കെ നമുക്ക് വചനങ്ങളെ പറഞ്ഞു തരേണ്ട ആവശ്യം വരും, നമുക്ക് ആലോചന പറഞ്ഞു തരേണ്ട ആവശ്യം വരും. ഇതൊക്കെ ദൈവം എന്തിനെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു മഹത്തായ പദ്ധതിയാണ്. നാം എല്ലാം മാനുഷികമായ ഒരു എന്താ പറയണ്ടേ, ഒരു ഫിസിക്കലായ ഒരു ബോഡിയിൽ നിന്നുകൊണ്ടാണ് ഈ റിഡീംഡായി വീണ്ടെടുക്കപ്പെട്ട ആ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ തന്നെ അഴിഞ്ഞു പോകുന്ന, നശിച്ചു പോകുന്ന പെരീഷബിളായ ഒരു ശരീരത്തിൽ നിന്നുകൊണ്ടാണ് ഇംപെരീഷബിളായ, നശിച്ചു പോകാത്ത ഒന്നിനു വേണ്ടി നമ്മൾ നോക്കി പാർക്കുന്നത്. അതിൻ്റെതായ മൽപ്പിടുത്തങ്ങളുണ്ട്, അതിൻ്റെതായ പോരാട്ടങ്ങളുണ്ട്, അതിനുവേണ്ടി നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരും, അതിൻ്റെതായ മല്ല് പിടിക്കേണ്ടി വരും. ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ആത്യന്തികമായ വിജയം അകത്തെ മനുഷ്യനാണ്. ആ മനുഷ്യൻ ബലം പ്രാപിക്കുക തന്നെ ചെയ്യും. ആ മനുഷ്യനെ പട്ടിണിക്കിടായിരുന്നാൽ മാത്രം മതി, അകത്തെ മനുഷ്യനെ ശോഷിപ്പിക്കാതിരുന്നാൽ മതി. പുറത്തെ മനുഷ്യനെ എത്ര ക്ഷയിച്ചു തോന്നിയാലും അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മതി. ഈ ലോകത്തെ ജയിക്കാനുള്ള ജയം ദൈവം നമുക്ക് നൽകിത്തരും. പാപത്തെ ജയിക്കുവാൻ, ലോകത്തെ ജയിക്കുവാൻ, സത്താന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, നമ്മുടെ ജഡമോഹങ്ങളെ ജയിക്കുവാൻ, കൺമോഹങ്ങളെ ജയിക്കുവാൻ ഉള്ള എല്ലാ ദൈവകൃപയും നമ്മളുടെ അകത്തെ മനുഷ്യനെ, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനെ നാം പരിപോഷിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിൽ നമ്മൾ ജയാളികളായിരിക്കും. നമ്മളെല്ലാം തീർന്നു എന്ന്, അവസാനിച്ചു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. ജയം തന്റെ മക്കൾക്ക് ദൈവം നൽകി കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓരോ കൂട്ടായ്മയിലും നമ്മളിലേക്ക് നിറയും ദൈവകൃപയും വ്യക്തിപരമായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളെ എല്ലാം ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കഴിഞ്ഞ നാളുകളിലൊക്കെ ദിവസമെല്ലാം പ്രാർത്ഥിച്ചു ഓരോ വിഷയങ്ങളിൽ ദൈവ പ്രകാരം പ്രവർത്തിക്കും. ദൈവത്തിന്റെ കാര്യം നീട്ടുന്നു. നമ്മ കഴിഞ്ഞ ലേഡീസ് മീറ്റിങ്ങിലൊക്കെ നമ്മൾ ഒന്നിച്ചു കൂടി വന്നപ്പോൾ സഹോദരിമാർ തമ്മിൽ അവരുടെ സാക്ഷ്യങ്ങളെ പങ്കുവച്ചപ്പോൾ നാം പങ്കുവച്ചതാണ്, ദൈവം എങ്ങനെയാണോ ഓരോ വിഷയങ്ങളിലും പ്രവർത്തിക്കുന്നത്. നമ്മുടെ വഴികളല്ലല്ലോ ദൈവത്തിന്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങളല്ലല്ലോ ദൈവത്തിന്റെ വിചാരം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നാം ചോദിക്കുന്നതിലേക്കും അത്യന്തപരമായി നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ മതി യഹോവേ മതി എന്ന് പറയുമാറ് പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. വഴികൾ അവൻ തിരഞ്ഞെടുക്കട്ടെ. അവന്റെ ഇഷ്ടപ്രകാരം അവൻ നമ്മളെ നടത്തട്ടെ. നമ്മൾ എന്തിന് വാശി പിടിക്കണം? നമ്മൾ എന്തിന് ദൈവത്തോട് മത്സരിക്കണം? നമ്മൾ പോരാടേണ്ട ദൈവത്തോടല്ല, നാം പോരാടുന്നത് പാപത്തോടെയാണ്. നാം പോരാടുന്നത് ശത്രുവിന്റെ തന്ത്രങ്ങളോടാണ്. ദൈവത്തോട് പോരാടിയാൽ ആരും ജയിക്കത്തില്ല. ദൈവത്തോട് മല്ല് പിടിച്ചാൽ ആരും ജയിക്കത്തില്ല. ദൈവത്തിന് കീഴ്പ്പെടുന്നവൻ, ദൈവത്തിന്റെ ബലമുള്ള കൈക്കൽ താണിരിക്കുന്നവൻ, അവന് കീഴടങ്ങുന്നവനാണ് ജയമുള്ളത്. ഇന്ന് രാത്രി നമ്മുടെ ജയം അങ്ങനെയായിരിക്കട്ടെ. നമ്മുടെ വാശിക്കും, നമ്മുടെ ഇഷ്ടങ്ങൾക്കും, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും, നമ്മുടെ ദുരഭിമാനങ്ങൾക്കും വേണ്ടി മല്ലടിക്കാനുള്ളതല്ല ദൈവം. പിന്നെയോ തന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ അടിയുറവ് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് രാത്രി അവണ്ണം ദൈവ ഇഷ്ടത്തിന് വേണ്ടി തന്നെ നമ്മളെ ഏൽപ്പിച്ചു കൊടുപ്പാൻ നമ്മുടെ ഹൃദയംഗമായി ദൈവം നമ്മളെ ഒരുക്കിയെടുക്കട്ടെ. അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ അടയാളങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ. ദൈവം പ്രവർത്തിച്ചു, നന്ദി, ദൈവത്തിന് മഹത്വം പറഞ്ഞു പോകാതെ ആ ഓരോ പ്രവൃത്തികളെ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കണം. ഇതൊരു അടയാളമാ. ദൈവം, എന്റെ കർത്താവ് ജീവിക്കുന്നു, എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, അവൻ കൈവിടുന്ന ദൈവമല്ല, അവൻ ഏത് സാഹചര്യത്തിലും പ്രവർത്തിപ്പാൻ കഴിയും, അവന് മാറ്റം വരാത്തതിനെ മാറ്റം വരുത്തുവാൻ കഴിയും, അവൻ ഇല്ലാത്തത് ഉളവാക്കുവാൻ കഴിയും, നിർജീവത്തെ ജീവനാക്കുവാൻ കഴിയും, അവന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ അതിനെ ഒരു അടയാളമായി കണ്ടുകൊണ്ട് ദൈവപ്രവൃത്തി അത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കണ്ടുകൊണ്ട് നമുക്ക് കർത്താവിനെ സേവിക്കാം, സ്നേഹിക്കാം. അതിനായി ദൈവം നമ്മളെ അധികമായി ശക്തീകരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമ്മൾ ഫിലിപ്പി ലേഖനത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം ചുരുക്കം ചില വാക്യങ്ങൾ കൂടെ മാത്രമേ നമ്മുടെ മുമ്പിൽ നമുക്ക് ചിന്തിപ്പാനുള്ളൂ. അതിൽ 13-ാമത്തെ വാക്യമാണ് നമ്മൾ 12 വരെ ചിന്തിച്ച് നമ്മൾ നിർത്തി. അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് ദൈവസന്നിധിയിൽ സംതൃപ്തനായിരിക്കുന്നത്, സാഹചര്യങ്ങളെ അധികം ശ്രദ്ധിക്കാതെ, സാഹചര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെ, സാഹചര്യങ്ങളെ അങ്ങ് ഓവറായി കൺസിഡർ ചെയ്യാതെ
എല്ലാ കാര്യങ്ങളെ അങ്ങോട്ട് വിലയിരുത്തി അതിപ്പോൾ ഇങ്ങനെ പോയാൽ നാളെ അപ്പോൾ എങ്ങനായിരിക്കും, ഇപ്പോൾ ഇതാണ് സാഹചര്യമെങ്കിൽ നാളെ എങ്ങനായിരിക്കും, ഇങ്ങനെയാണ് ദൈവം നടത്തുന്നതെങ്കിൽ നാളെ എങ്ങനെ കർത്താവിന്റെ വേല വിശാലമായി നടക്കും, ഞാൻ കാരാഗ്രഹത്തിലാണെങ്കിൽ അത് എത്രത്തോളം ദൈവവേലയെ ബാധിക്കും. ഇങ്ങനെ സാഹചര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെ സാഹചര്യങ്ങളെ അതിന്റെ ഏറ്റവും എത്രത്തോളം അതിനെ അവഗണിക്കുകയല്ല, അതിന്റെ കാഠിന്യം എന്റെ ജീവിതത്തിൽ ദോഷമായി തീരത്തില്ലെന്നുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തോടെ ഈ സാഹചര്യങ്ങളുടെ മേലും ചുക്കാൻ പിടിച്ചിരിക്കുന്നത്, നിയന്ത്രണം പിടിച്ചിരിക്കുന്ന ദൈവമാകയാൽ എന്റെ ദൈവത്തിന് ഇതിനകത്തും ഒരു വലിയ പദ്ധതി ഉണ്ടെന്നുള്ള ആ പഠനവും പരിശീലനവും അപ്പോസ്തലനായ പൗലോസിനെ എന്തു പറയാൻ പ്രാപ്തനാക്കി? ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എന്റെ ജീവിത സാഹചര്യങ്ങളാൽ വലയപ്പെടാതെ എപ്പോഴും ഞാൻ എന്റെ വായ തുറക്കുമ്പോൾ എന്റെ സാഹചര്യങ്ങളെ കുറിച്ച് അങ്ങ് സംസാരിക്കാതെ, പിന്നെയോ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തെക്കുറിച്ച്, അവന്റെ സ്നേഹത്തെക്കുറിച്ച്, കഴിഞ്ഞ നാളിൽ നടത്തിയ വിധങ്ങളെക്കുറിച്ച്, ഇനി നടത്താൻ ശക്തനാണെന്നുള്ളതിനെ കുറിച്ച്, കർത്താവിന്റെ കഴിഞ്ഞ കാല ഭൂതകാലത്തിൽ അവന്റെ പ്രവൃത്തിയും വർത്തമാനകാലത്തുള്ള അവന്റെ സാന്നിധ്യവും ഭാവി കാലത്തിൽ അവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്നുള്ള ദൈവിക സ്വഭാവത്തെ, ദൈവിക നടത്തിപ്പിനെ, ദൈവിക കരുതലിനെ അപ്പോസ്തലൻ വർണ്ണിക്കുകയാണ്. നമ്മൾ ഇന്ന് രാത്രി ഈ ദൈവവചനങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാം നമ്മളുമായി ഒന്ന് താരതമ്യം ചെയ്തോണം. എങ്ങനെ താരതമ്യം ചെയ്യണം? അതെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസ വേള വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ടിന്റെ അവസരം വരുമ്പോൾ, അല്ല നാട്ടിലോ വീട്ടിലോ അതെ ലോകത്തോ സാഹചര്യങ്ങള് കാലത്തിലോ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ എന്റെ വായിൽ എപ്പോഴും ആ സാഹചര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണോ, സാഹചര്യങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു തത്രപ്പാടാണോ, സാഹചര്യം കഠിനം അറിഞ്ഞോ, സാഹചര്യം അങ്ങനെ കേട്ടോ, ഇന്നിങ്ങനെയാണ് നാളെ ഇങ്ങനെ കേട്ടോ, ഇന്നലെ ഇങ്ങനെ പറയാനാണോ നമ്മൾ തിടുക്കപ്പെടുന്നത്? അതോ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നു, ഈ സാഹചര്യങ്ങളെ ഒരു നിമിഷം കൊണ്ട് അട്ടിമറിപ്പാൻ കഴിവുള്ള, കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിപ്പാൻ കഴിവുള്ള എന്റെ സർവശക്തനായ ദൈവം ജീവിക്കുന്നു എന്ന് ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണോ നാം തത്രപ്പെടുന്നത്? അതോ സാഹചര്യങ്ങളുടെ കാഠിന്യത്തെ വർണ്ണിപ്പാനാണ്? അത് വളരെയധികം നമ്മളെ ശോധന ചെയ്ത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇതിലേത് സ്വഭാവത്തിന്റെ ഉടമയാണ് നമ്മൾ? ആ സ്വഭാവം അനുസരിച്ചാണ് നമ്മുടെ സംതൃപ്തി ഇരിക്കുന്നത്. സാഹചര്യങ്ങളെ കൂടുതൽ വർണ്ണിക്കുന്നവർക്കും വ്യാഖ്യാനിക്കുന്നവർക്കും വിശദീകരിക്കുന്നവർക്കും വാദവരാതെ എപ്പോഴും ഈ സാഹചര്യങ്ങൾ അറിയും. നിങ്ങൾ പോലെയല്ല, അത് നിങ്ങൾ പോലെയല്ല ഞങ്ങളുടെ സാഹചര്യം, അയ്യോ അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പോലെയല്ല, എന്റെ ഒരു പ്രത്യേക സാഹചര്യം. എല്ലാവരുടെയും അവകാശവാദമാണ് എന്റെ ഒരു പ്രത്യേക സാഹചര്യം. ഇങ്ങനെ വർണ്ണിക്കുന്ന ഒരാളാണെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ ക്രിസ്തുവിലുള്ള സംതൃപ്തി അനുഭവിക്കത്തില്ല. കാരണം ഈ ആയുസ്സിന്റെ അവസാനം വരെ സാഹചര്യങ്ങൾ നാം അലട്ടുവാനുള്ളത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രയാസവേളകൾ ഒന്ന് മാറി മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കും. പക്ഷെ സംതൃപ്തി സാഹചര്യങ്ങളുടെ അനുകൂല്യത്തിലല്ല ലഭിക്കുന്നേ, ദൈവം കൂടെ ഇരിക്കുന്നു എന്നുള്ള ഒരുവന്റെ ബോധ്യത്തിലും തിരിച്ചറിവിലുമാണ് അവൻ സംതൃപ്തി കണ്ടെത്തുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള സംതൃപ്തി എന്ന് പറയുന്നത് അതൊരു പഠനത്തിലും പരിശീലനത്തിലും ഉളവായി വരുന്ന ഒരു ക്യാരക്ടറാണ്. അതൊരു സിദ്ധതയാ. എന്തോ ഒരു പ്രൂവൺ ക്യാരക്ടർ, ആർജിച്ചെടുക്കുന്ന ഒരു സ്വഭാവം. അത് സ്വതസിദ്ധമായി നമ്മളിലില്ല. മനുഷ്യ പ്രകൃതം എന്ന് പറയുന്നത് ഒന്ന് കിട്ടുമ്പോൾ അടുത്തത്, ഒന്ന് മാറുമ്പോൾ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കും. എത്രയോ പേര് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പ്രശ്നം കൂടെ ഒന്ന് മാറിയ പാസ്റ്ററെ ഞങ്ങൾ ഫ്രീ ആയി. പാസ്റ്ററെ അങ്ങനല്ല, പാസ്റ്റർ വിചാരിക്കുന്നില്ല, ഇത് മാറി കിട്ടിയാൽ പിന്നെ ഞങ്ങൾ അങ്ങ് അവൈലബിളാ. 24 മണിക്കൂർ പാസ്റ്റർ വിളിച്ചോ, ഞങ്ങൾ കാണുവാലെത്തി. ഇതൂടെ മാറിയാ മതി. പലരെയും കാണുന്നില്ല. അവരുടെ ആ പ്രശ്നവും മാറി, അതിന്റെ അടുത്ത 10 പ്രശ്നവും മാറി, പക്ഷെ ആളില്ല. ഇതൂടെയുള്ളായിരുന്നു പ്രശ്നം. ഇതും കൂടെ ദൈവം പരിഹരിച്ചാൽ തീർന്നു എന്റെ പ്രയാസം. എനിക്ക് പിന്നെ ഒന്നുമില്ല പാസ്റ്ററെ, പ്രാർത്ഥിക്കാൻ വിഷയം പോലും ഇല്ല. എന്തെല്ലാം കേട്ടിരിക്കുന്നു, പക്ഷേ ആളെ കിട്ടാനില്ല, ആൾ അവൈലബിൾ അല്ല. കാരണം എന്താ? ഈ മാനുഷികമായ ഈ ജീവിതത്തിൽ അങ്ങനെ ഒരു ദിവസം നമുക്ക് ഉണ്ടാകത്തില്ല. നമ്മുടെ ചുമടുകൾ ഒഴിച്ചു വെച്ചിട്ട്
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ക്രൂശ് എടുത്ത് കർത്താവിന്റെ കോളിങ്ങിനകത്തുണ്ട്, ഡിസൈപ്പിൾഷിപ്പിനകത്ത്, ശിഷ്യത്തിനകത്ത് കർത്താവിന്റെ ഒരു വലിയ കൽപ്പനയത്. നിങ്ങൾ ടോട്ടലി ഫ്രീ ആയിട്ട് നിങ്ങളുടെ സകല അങ്ങനെ ഒരു ദിനം ഒരു മനുഷ്യന്റെ ആയുസ്സിലും ഉണ്ടാകത്തില്ല. ഇതൊക്കെ നമുക്ക് വെറുതെ പറയാമെന്നേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം എന്തെന്ന് ചോദിച്ചാൽ, ഓരോ ദിവസവും ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട്, ക്രിസ്തുവിലൂടെ ഉള്ള സന്തോഷവും സമാധാനവും പ്രാപിച്ചുകൊണ്ട്, അങ്ങനെ സന്തോഷവും സമാധാനവും എന്തിനാ തരുന്നറിയാമോ? ഈ സന്തോഷവും സമാധാനവും സംതൃപ്തിയിലേക്ക് നമ്മളെ നയിക്കണം. ക്രിസ്തുവിൽ ഭയങ്കര സന്തോഷമാണ്, പക്ഷെ പറയുന്ന പോലെ അങ്ങോട്ട് ഒരു സംതൃപ്തി ഇല്ല. അയ്യോ, അത് തമ്മിൽ ചേർന്ന് വരത്തില്ല. ഭയങ്കര സമാധാനം, പക്ഷെ സംതൃപ്തി ഇല്ല. അങ്ങനല്ല. ഈ ക്രിസ്തുവിലുള്ള സന്തോഷവും, ക്രിസ്തുവിൽ വസിക്കുമ്പോഴുള്ള സന്തോഷവും, ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനവും, ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയും, ഒന്ന് പരസ്പര പൂരകങ്ങളായ 3 ജീവിത അവസ്ഥകളാണ്. ക്രിസ്തുവിൽ സന്തോഷമുള്ളവൻ ക്രിസ്തുവിൽ സമാധാനമുണ്ട്. ക്രിസ്തുവിൽ സന്തോഷം സമാധാനമുള്ളവന് ജീവിത സാഹചര്യങ്ങളെ അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്യത്തില്ല. അവൻ ക്രിസ്തുവിൽ സംതൃപ്തി കണ്ടെത്തും. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് ഈ ഭൂമിയിൽ നമുക്ക് ധൈര്യസമേതം വിളിച്ചു പറയാം, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമാണ്. നാളുകളിലേക്ക് ലക്ഷ്യം വെച്ചല്ല ഞങ്ങൾ ജീവിക്കുന്നത്, ജീവിതത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ മാറിയിട്ട് ഒരു നല്ല നാളേക്കായിട്ടല്ല ഞങ്ങൾ സ്വപ്നം കാണുന്നത്. പിന്നെയോ നല്ല നാളെ ഒരു ദൈവവൈതലിന്റെ എന്തെന്ന് ചോദിച്ചാൽ, ദൈവം ഒരുക്കുന്ന രാജ്യമാണ് അവന്റെ നല്ല നാളെ. നമുക്ക് പാടാം, പറയാം, എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എന്നോട് പറയാം, പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യമാകത്തില്ല. കാരണം ജീവിത യാഥാർത്ഥ്യത്തിൽ നിങ്ങളും ഞാനും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളായി, അല്ലെ കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്നു, കുടുംബമായി ഒന്നിച്ചായി. പക്ഷെ ചോദ്യം, കുടുംബമായി ഒന്നിച്ചായവർ എവിടെയാണ് ലഭ്യമായിരിക്കുന്നത്? വിവാഹം കഴിഞ്ഞവർ, വിവാഹം കഴിപ്പിച്ചവർ, നമ്മുടെ ചോദ്യം അതായിരിക്കണം, ഞാൻ ദൈവസന്നിധിയിൽ ലഭ്യമാണോ? ഞാൻ അവൈലബിൾ ആണോ? ദൈവത്തിന് ഞാൻ അവൈലബിൾ ആണോ? അതോ വീണ്ടും എനിക്ക് എക്സ്ക്യൂസ് ആണോ ഉള്ളത്? ഇതൂടെ എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയോ? നാം നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ക്രിസ്തുവിൽ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ക്രിസ്തുവിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ടറിയാം, ദൈവം അതിശയവും അത്ഭുതമായി നടത്താൻ ശക്തനാണ്. ആ തിരിച്ചറിവുണ്ടാവും. എന്നാൽ ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്വാളിറ്റി അല്ല, ഒരു എന്താ പറയണ്ടേ, സിദ്ധതയല്ല. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രൂവൺ ക്യാരക്ടർ അല്ല. ഇത് ദീർഘമായ പഠനത്തിലും അതിനനുസൃതമായി ഉണ്ടാകുന്ന പരിശീലനത്തിലും ഉളവായി വരുന്ന ഒരു ക്യാരക്ടറാണ് ക്രിസ്തുവിലുള്ള സംതൃപ്തി. അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അറിയാം. എന്താ അവരുടെ പ്രത്യേകം അറിയോ? അവർ സാഹചര്യങ്ങളെ വലിയ മൈൻഡ് ചെയ്യത്തില്ല. അവരോട് സംസാരിക്കുമ്പോഴേ അറിയാം. നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ അതിന് പ്രത്യേകിച്ച് ബൈബിൾ കോളേജിൽ പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് കുത്തിയിരുന്ന ഒരു പ്രത്യേക കൃപ പ്രാപിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള തിരിച്ചറിയാനുള്ള പ്രധാന ലക്ഷണങ്ങൾ ഞാൻ പറയാം. ക്രിസ്തുവിൽ സംതൃപ്തരായിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കണോ? നിങ്ങൾ അവരെ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ സാഹചര്യങ്ങളെ കുറിച്ച് അവർ വലിയ മൈൻഡ്ഫുൾ അല്ല. കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതായിട്ട് പറഞ്ഞിരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തോട് കണക്ട് ചെയ്യത്തില്ല. അവരുടെ ജീവിതത്തോട് അവരെന്ത് കണക്ട് ചെയ്യുന്നറിയോ? കർത്താവ് ഇന്നലകൾ ചെയ്ത പ്രവൃത്തി, ഇന്ന് നടത്തുന്ന വിധങ്ങൾ നാളെ നടത്താൻ ശക്തനാണെന്നുള്ള പൂർണ്ണ നിശ്ചയം. ഇത് ഒരു പ്രൂവൺ ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്താ? തെളിവായ, മറ്റുള്ളവർ മുമ്പിൽ വെളിപ്പെടുന്ന ഒരു സ്വഭാവമാണിത്. നിങ്ങൾക്ക് ഓർക്കും മനസ്സിലാവത്തില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതല്ല കേട്ടോ. കാണുമ്പോൾ നിങ്ങൾ എന്നെ ഇച്ചിരി ഉത്കണ്ഠാകുലയൊക്കെ ആയി കണ്ടാലും എനിക്ക് ഭയങ്കര സംതൃപ്തിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏക്കുവോ? നിങ്ങൾ ആരേലും ഏക്കുവോ? കാണുമ്പോൾ മൊത്തം നിങ്ങൾ ഞാൻ പ്രായത്തെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും ഒരു രക്ഷയില്ല കേട്ടോ. വിചാരിക്കുന്നതൊന്നുമല്ല. അവിടെ എങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഞാൻ എന്നാ കഴിഞ്ഞ ദിവസം അത് കേട്ടു, ഭയങ്കര കോംപ്ലിക്കേഷൻ വരെ. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയണേ, ഞാൻ നിങ്ങളോട് കാര്യമൊക്കെ പറയുന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ആരും വിചാരിക്കുന്നില്ല കേട്ടോ. ഭയങ്കര സംതൃപ്തിയാ ക്രിസ്തുവിൽ. അങ്ങനൊന്നും ഇത് കബളിപ്പിക്കാൻ പറ്റുന്നതല്ല. ഇതൊരു പ്രൂവൺ ക്യാരക്ടറാണ്. അതെങ്ങനെ വെളിവായി വരും? മറ്റുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാളുടെ ക്രിസ്തുവിലുള്ള സംതൃപ്തി മറ്റൊരാളിലേക്ക് ഒഴുകിയെത്തും. ക്രിസ്തുവിലുള്ള സന്തോഷം അത് മറ്റുള്ള ഒരാളിലേക്ക് ഒഴുകിയെത്തും. അവർ അനുഭവിക്കുന്ന ക്രിസ്തുവിലുള്ള സമാധാനം മറ്റൊരാളിലേക്ക് പകരപ്പെടും. ഇത് ആർക്കും പറഞ്ഞു പറ്റിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് ദൈവമക്കൾ ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഇത് വെളിവായി വരും, ഇത് തെളിവായി വരും. ദൈവസഭയ്ക്കകത്ത് എത്ര പേരുണ്ടോ
അവരിൽ ആരൊക്കെയാണ് ക്രിസ്തുവിൽ സന്തോഷവും സമാധാനവും സംതൃപ്തി അനുഭവിക്കുന്നത്, ആരൊക്കെയാണ് തങ്ങളുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നുള്ളത് രഹസ്യമായ ഒരു കാര്യമല്ല, പരസ്യമായ. പതിമൂന്നാം വാക്യം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതി. ഈ വാക്യമാണല്ലോ ഞാൻ ഈ നിൽക്കുന്ന എന്റെ ഇടത്തെ കൈയുടെ വശത്ത് ഇവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. അതിന് മുൻപും പിൻപും ഒരു ഭിത്തിയിലും തൂക്കത്തില്ല. അതിൽ നിന്നൊരു പ്രത്യേക വാക്യം മാത്രമാണ് അടർത്തിയെടുക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ വാക്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് പോകണം? ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ച എല്ലാ കാര്യങ്ങളും കടന്നു പോകണം. എന്തൊക്കെയാണ്? ഉള്ളതുകൊണ്ട് സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. ദുർഭിക്ഷതയിലായിരിക്കാനും സുഭിക്ഷതയിലായിരിക്കാനും എനിക്കറിയാം. ഏത് സാഹചര്യത്തിൽ ജീവിക്കാനും തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലായിരിക്കാനും ദാരിദ്ര്യത്തിലായിരിക്കാനും എല്ലാ അവസ്ഥയിലും ജീവിക്കുന്നതിന്റെ രഹസ്യം ഞാൻ പരിശീലിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിന്റെ സഹായത്താൽ സർവവും ചെയ്യാൻ ഞാൻ പ്രാപ്തനായിരിക്കുന്നു. ഇതെങ്ങനെ പറ്റുന്നു? ഇതിന്റെ രഹസ്യം എന്തുവാ? ഇതെങ്ങനെയാ ഇതെങ്ങനെ പ്രായോഗികമാവും? അപ്പോസ്തലൻ പറയും, ഇവണ്ണം എന്നെ ജീവിതത്തിൽ സഹായിക്കുന്ന ഒരു സഹായിയുണ്ട്, അത് ക്രിസ്തുവാണ്. എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിന്റെ സഹായത്താൽ ഞാൻ സർവവും ചെയ്യാൻ പ്രാപ്തനായിരിക്കും. അതായത് നമ്മളുടെ ജീവിതത്തിന്റെ വീക്ഷണങ്ങളും സ്വഭാവങ്ങളെയും മാറ്റി ദൈവിക വീക്ഷണത്തിലേക്ക് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു മൈൻഡ് ഷിഫ്റ്റ് തന്നെ നടത്തി മനസ്സ് പുതുക്കി റിന്യൂ ചെയ്ത് റോമലേഖനത്തിൽ പറയുന്ന പോലെ ഒരു രൂപാന്തരം വരുത്തുന്ന ക്രിസ്തുവിന്റെ സഹായം. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ ക്രിസ്തു എങ്ങനെ സഹായിച്ചേ? ക്രിസ്തു എങ്ങനെ ശക്തീകരിച്ചേ? ഒരു ദൈവ പൈതൽ തന്റെ ജീവിത സാഹചര്യങ്ങളെ അതിന്റെ കാഠിന്യത്തെ അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അവൻ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെയാണ്, ദൈവികമായ കരുതലുകളെയാണ്. ജീവിത സാഹചര്യങ്ങളിൽ ഒരു സംതൃപ്തിയുടെ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സമൃദ്ധി ഉണ്ടാകാം, ഞെരുക്കമുണ്ടാകാം. സമൃദ്ധിയും ഞെരുക്കവും ഒരുപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് സമൃദ്ധിയിലും ഞെരുക്കത്തിലും ഒരുപോലെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ ഉറപ്പാക്കിക്കൊണ്ട് ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടുള്ള സംതൃപ്തി എന്നിൽ ഉളവാകണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണെന്നുള്ള പഠനവും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന പരിശീലനവും നടത്താൻ അപ്പോസ്തലനായ പൗലോസിനെ ആര് സഹായിച്ചു? ക്രിസ്തു സഹായിച്ചു. എല്ലാ അവസ്ഥയിലും ഞാൻ സംതൃപ്തനായിരിക്കണമെന്നുള്ളത് എന്റെ ഹിതമല്ല, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഹിതമാണ്. അങ്ങനെ ഒരു ഹിതത്തിലേക്ക് എന്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ സത്യം ഞാൻ മനസ്സിലാക്കുകയും വേണം. ഗ്രഹിച്ച സത്യത്തെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം, പരിശീലിക്കണം. ഇതിനെന്നെ ആരാ സഹായിച്ചത്? എന്നെ ശക്തനാക്കി ഒരുവനുണ്ട്, കർത്താവാണ്. അവന്റെ സഹായത്താലാണ് ഈ മുകളിൽ പറഞ്ഞ സർവവും ചെയ്യാൻ, സകലവും ചെയ്യുവാൻ എനിക്ക് കിട്ടിയ പ്രാപ്തി എവിടുന്നാന്ന് ചോദിച്ചാൽ എന്നെ സഹായിച്ച ക്രിസ്തുവിലാണ് എനിക്കത് ലഭിച്ചത്. അതുകൊണ്ട് ആരും ഈ വാക്യം കാണുമ്പോൾ ഇത് അടർത്തിയെടുത്ത് കൊണ്ടുപോയി വേറെടുത്ത് കൊണ്ട് കണക്ട് ചെയ്യരുത്. നമ്മുടെ കർത്താവിന് സകലവും സാധ്യമാണ്. കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല. അങ്ങനെ തന്നെ അതിന് ഒരു മാറ്റമില്ല. പക്ഷെ പർട്ടിക്കുലറായി ഈ ഭാഗം പഠിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാവോ? എനിക്ക് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ,
എനിക്കൊരിക്കലും എന്റെ വീക്ഷണത്തിൽ നിന്ന് മാറി ദൈവിക വീക്ഷണത്തിലേക്ക് എന്റെ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വാശി പിടിച്ച സ്വഭാവത്തിൽ നിന്ന്, ദുരഭിമാനമുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന്, ഒരു മനസാക്ഷിയിൽ നിന്ന് എന്നെ മനം തിരിപ്പിക്കുവാൻ കഴിവുള്ള, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇത്രയും പ്രഗത്ഭനായ ഒരു മിഷണറി, കൃപാവര പ്രാപ്തനായ ഒരു മിഷണറി, ശക്തനായ ശുശ്രൂഷനായ ഒരു ദൈവദാസൻ, ഒരു റിലീസ് ഇല്ലാതെ, ഒരു വിടുതലില്ലാതെ, പുറത്തേക്ക് വരാൻ കഴിയാതെ, ജയിലിൽ നിന്നൊരു മോചനമില്ലാതെ അകത്ത് കിടന്നുകൊണ്ട് എന്ത് ചെയ്യാനാ എന്നുള്ള ഒരു ദുരഭിമാനം തന്നെ കടന്നു പിടിക്കാതെ, താനൊരു ദുരഭിമാനിയായി തീരേണ്ട സ്ഥാനത്ത് ക്രിസ്തുവിൽ സംതൃപ്തനാക്കി തീർത്തത് ആരെന്ന് ചോദിച്ചാൽ ക്രിസ്തുവാണ് അങ്ങനെ തന്നെ ആക്കി തീർത്തത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിന്റെ സഹായം വേണം ചോദ്യം, എന്തിനാ ക്രിസ്തു നമ്മളെ സഹായിക്കണ്ടേ? അതുകൂടെ പറയുന്നു. കർത്താവേ എന്നെ സഹായിക്കണേ. ഓക്കെ, പല കാര്യങ്ങൾ നമുക്കുണ്ട്. 1 2 3 4. ഇന്ന് രാത്രിയുടെ ചോദ്യം, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ എന്നെ സഹായിക്കണേ. ചോദ്യം, എന്തിനു സഹായിക്കണം? എന്റെ ഹിതം നിവർത്തിപ്പാനല്ല, നിന്റെ ഹിതം എന്നിൽ നിവർത്തിപ്പാൻ. എന്റെ വീക്ഷണങ്ങൾ മാറ്റി നിന്റെ വീക്ഷണത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ, എന്റെ പിടിവാശി മാറ്റി, ദുർവാശി മാറ്റി, ദുരഭിമാനം മാറ്റി, മറ്റുള്ളവർ എന്റെ ജീവിത സാഹചര്യത്തെ ഇങ്ങനെ കണ്ടു വിലയിരുത്തി അവർക്ക് ഈ സംതൃപ്തി ഒന്നും മനസ്സിലാകത്തില്ല. അവരുടെ മുമ്പിൽ ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നെങ്കിലേ ദൈവത്താൽ മാനിക്കപ്പെട്ടുവെന്ന് വെളിപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം പറയാണ്, ഇപ്പൊ അതിന്റെ സമയമല്ല, എന്നിൽ സംതൃപ്തി കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? ഞാൻ എന്നെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ. മറ്റുള്ളവർ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചില അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ട് ഞാൻ യഥാർത്ഥ ദൈവ പൈതലാണെന്ന് വെളിപ്പെടുത്താൻ ദൈവം ചിലത് ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറയുകയാണ്, നിനക്കൊരു മൈൻഡ് ഷിഫ്റ്റ് ആവശ്യമാണ്. നിന്റെ മനസ്സൊന്ന് പുതുക്കണം. എന്താ പുതുക്കണ്ടേ? ഇവിടെ നീ എന്റെ ഹിതം തിരിച്ചറിയണം. നിന്റെ ജീവിത സാഹചര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ നീ പഠിക്കണം. ഈ ജീവിത സാഹചര്യം അകത്തു നിന്നുകൊണ്ട് എന്നിൽ സന്തോഷിക്കാൻ, എന്റെ സമാധാനത്തിൽ ജീവിപ്പാൻ, എന്റെ സംതൃപ്തിയിൽ ജീവിപ്പാൻ ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു, അതിനുള്ള പ്രാപ്തി എനിക്കില്ല, എന്നെ സഹായിക്കണേ. ഇതാര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? പൗലോസ് പ്രാർത്ഥിച്ചു. ഇതെന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ എന്ത് സംഭവിച്ചിരുന്നു? ദൈവമൊക്കെ അറിയാം. ഫിലിപ്പിയൻ 10 വർഷം കഴിഞ്ഞ്, ഏകദേശം 10 വർഷം കഴിഞ്ഞാണ് ഈ ഫിലിപ്പിയർക്ക് കത്തെഴുതുന്നത്. അതിന് മുമ്പുള്ള 10 വർഷത്തിൽ എന്തോ സംഭവിച്ചേ? ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കിക്കൊണ്ട് ശീലാസിനെയും പൗലോസിനെയും അവിടുന്ന് പുറത്തു കൊണ്ടിരുന്ന നമുക്കറിയാം. അപ്പോസ്തലൻ ഇപ്പൊ റോമാ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുക്കാനല്ല പ്രാർത്ഥിക്കുന്നത്, എന്റെ ജീവിതത്തിൽ സിദ്ധത കൈവരിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. പ്രിയരെ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഇളക്കി മറിച്ചും നമുക്ക് വേണ്ടി നാം വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായ അത്ഭുതങ്ങൾ ചെയ്ത് ദൈവത്തിന് തന്റെ നാമം മഹത്വപ്പെടുത്തുവാനും പ്രവൃത്തി വെളിപ്പെടുത്താനും കഴിയും. ചെയ്യേണ്ട സമയത്ത് അവൻ ചെയ്യുകയും ചെയ്യും. എന്നാൽ ചില സമയങ്ങളുണ്ട്, സാഹചര്യങ്ങളെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മളെ ഇളക്കി മറിക്കുന്ന, നമ്മളെ വല്ലാതെ കൂട്ടിക്കുഴയ്ക്കുന്ന, നമ്മളെ അച്ചിലിട്ട് വാർക്കുന്ന പോലെ വാർത്തുകൊണ്ട് നമ്മുടെ ക്യാരക്ടർ ഒരു തെളിവായി വരത്തക്ക രീതിയിൽ നമ്മളെ ക്രിസ്തുവിനുള്ള സംതൃപ്തി പഠിപ്പിക്കുന്ന, സന്തോഷം പഠിപ്പിക്കുന്ന, സമാധാനം പഠിപ്പിക്കുന്ന ഒരു രൂപാന്തര പ്രക്രിയയിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ അവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പിടിവാശിയും നമ്മുടെ സകല ആ ശാഠ്യ ഹൃദയങ്ങളെ അടിയുറ വെച്ചുകൊണ്ട് നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്ന ഒരു സമർപ്പണമാണ്. അപ്പോൾ നമ്മൾ അറിയാതെ ദൈവഹിതം തിരിച്ചറിയുന്നവർ, അത് പരിശീലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും. കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുന്നു, അതിനുള്ള പ്രാപ്തി എനിക്കില്ല. അതിനുള്ള ഉത്തരവാണ് ദൈവ പൈതലെ, സകല അവസ്ഥയിലും സംതൃപ്തിയോടെ ഇരിപ്പാൻ, പിറുപിറുക്കാതിരിപ്പാൻ, നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാൻ നിനക്ക് അങ്ങനെ ഒരു ജീവിതമാണ് ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നീ ഗ്രഹിച്ചുവോ? ഗ്രഹിച്ചു കർത്താവേ. അത് പരിശീലിക്കണോ? നിനക്ക് മനസ്സിലായോ? മനസ്സിലായി കർത്താവേ. എന്നാൽ നിന്റെ പ്രശ്നം എന്തുവാ? അത് പരിശീലിക്കാനുള്ള പ്രാപ്തി എനിക്കില്ല. അതിനുള്ള മറുപടിയാണ്, ഞാൻ അതിന് നിന്നെ ശക്തനാക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇല്ലാത്തൊരു പ്രാപ്തി ഈ നാളുകൾ നിനക്ക് ഞാൻ തരും. അതാണ് ഇവിടെ പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇങ്ങനെ ഒരു ക്വാളിറ്റി ക്രിസ്ത്യൻ ലൈഫിലേക്ക്, ഒരു വേൾഡ് ക്ലാസ് ക്രിസ്ത്യൻ ലൈഫിലേക്ക് നമ്മൾ പഠിച്ചാണല്ലോ. റിക്വാന്റെ പുസ്തകം പഠിച്ചപ്പോ
ദൈവം നമ്മളെ വേൾഡ്ലി ക്രിസ്ത്യൻ ആക്കാനല്ല വിട്ടേക്കുന്നേ. ലോക പ്രകാരമുള്ള ക്രിസ്ത്യാനികളായി ലോകത്തിന് വേണ്ടി പിന്നെയോ നമ്മളെ വേൾഡ് ക്ലാസ്, ലോകത്തിലെ ഏറ്റവും മേൽത്തരമായ ഹയർ സ്റ്റാൻഡേർഡ് ഉള്ള ക്രിസ്ത്യാനികളായി ലോകത്ത് ജീവിക്കാനാ വിളിച്ചിരിക്കുന്നെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് ക്രിസ്ത്യന്റെ ക്വാളിറ്റിയാ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള സന്തോഷവും ക്രിസ്തുവിലുള്ള സമാധാനവും ക്രിസ്തുവിലുള്ള സംതൃപ്തി. ഇതല്ലാത്തവർക്ക് കിട്ടത്തില്ല. ഇത് മൂന്നും അനുഭവിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വിളിച്ചു പറയാം, ഞാനൊരു വേൾഡ്ലി ക്രിസ്ത്യൻ അല്ല, ഞാൻ ലോകപ്രകാരമുള്ള ഒരു ക്രിസ്ത്യാനിയല്ല, പിന്നെയോ ലോകോത്തര, ലോകത്തിലെ ലോകത്തിന് മുമ്പിൽ ഏറ്റവും മേൽത്തരമായ ക്വാളിറ്റിയുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. അതിന്റെ തെളിവെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മുമ്പിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികളോ ചെയ്യാൻ പോകുന്ന അത്ഭുത പ്രവൃത്തികളോ, പിന്നെയോ എന്റെ അകത്ത് നിറയുന്ന ക്രിസ്തുവിനുള്ള സന്തോഷവും സമാധാനവും എനിക്ക് ഇന്ന് വരെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. ഏത് സാഹചര്യങ്ങളിലും ബാലൻസ് ചെയ്ത് നിൽക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. അതെ, ഞാൻ സമൃദ്ധി വരുമ്പോൾ ഞാൻ ഓക്കെയാണ്, പക്ഷെ ഞെരുക്കം വരുമ്പോൾ ഞാൻ പിറുപിറുക്കും. അല്ല, ഞെരുക്കം വരുമ്പോൾ ഞാൻ ഓക്കെയാണ്, ഒത്തിരി പ്രാർത്ഥിക്കും, പക്ഷെ സമൃദ്ധി വരുമ്പോൾ അറിയാതെ എന്റെ എല്ലാ പ്രാർത്ഥനയും നിന്നിട്ട് അതിന്റെ പുറകെ അങ്ങ് പോകും. ഇതിലേതുമായിക്കോട്ടെ. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നു, എനിക്കതിന് പ്രാപ്തിയില്ല, പക്ഷെ പ്രാപ്തി തരുന്ന ഒരുവനുണ്ട്. അപ്പോൾ നമുക്ക് ചേർന്ന് പറയാം, ഈ വചനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചേർന്ന് പറയാം, ഇവണ്ണം എന്നെ ശക്തനാക്കുന്നവൻ അതെ മുഖാന്തരം അതെ എനിക്ക് സകലത്തിനും കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഇവിടെ വായിച്ച വോഷിൽ, എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിന്റെ സഹായത്താൽ ഇങ്ങനെ ജീവിക്കാൻ ദൈവം എന്നെ പ്രാപ്തനാക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഓരോ ദൈവമക്കളെയും നിങ്ങളുടെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാൻ യേശു പറയുമ്പോൾ അതിനുള്ള പ്രാപ്തി നമുക്കില്ലെന്ന് ഓർത്തോണം. കർത്താവ് പറഞ്ഞ പോലെ അവനെ അനുഗമിപ്പാൻ ഒരു പ്രാപ്തി നമുക്കില്ല. പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് പിന്മാറരുത്, കാരണം പ്രാപ്തി തരാൻ ക്രിസ്തു കൂടെയുണ്ട്. സഹായിക്കാൻ അവൻ കൂടെയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള ശക്തിയല്ല അവൻ നമ്മളിൽ പകരുന്നേ, അവൻ ഇഷ്ടമുള്ളത് അവന് വേണ്ടി ചെയ്യാനുള്ള ശക്തിയാണ് നമ്മളിൽ പകരുന്നേ. ആ ശക്തിക്ക് നമ്മൾ അപേക്ഷിക്കണം. നമ്മൾ കർത്താവ് എന്നെ സഹായിക്കണം, എനിക്ക് ഏറ്റവും അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അതെ ഈ പറഞ്ഞ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഗുണഗണങ്ങളുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാനുള്ള സ്വതസിദ്ധമായ കഴിവെനിക്കില്ല. കാര്യങ്ങളെ ഞാൻ മനസ്സിലാക്കി, കാര്യങ്ങളെ ഞാൻ ഗ്രഹിച്ചു, അങ്ങയുടെ വീക്ഷണം എനിക്ക് മനസ്സിലായി, അങ്ങയുടെ ഹിതം എനിക്ക് മനസ്സിലായി. ഈ ലോകത്തിൽ ഇവണ്ണമായിരിക്കണം ഒരു ക്രിസ്ത്യാനി എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഇവണ്ണമായിരിക്കാനുള്ള പ്രാപ്തി എനിക്കില്ല. ആ പ്രാപ്തിക്ക് എല്ലാ ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുക്കും. കർത്താവ് എന്ത് ചെയ്യുന്നു? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. വീണ്ടും ഞാൻ വ്യക്തമാക്കുന്നു, അതിന്റെ അർത്ഥം ഇതാണ്, ഈ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ജീവിതം നയിപ്പാൻ എന്നെ ശക്തീകരിക്കുന്നത് ക്രിസ്തുവാണ്. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. അപ്പോസ്തലൻ പറയാണ്, ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞതേ നിങ്ങൾ അയച്ചു തന്നൊന്നും എനിക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല. കാരണം ഓൾറെഡി സംതൃപ്തിയുള്ള എനിക്ക് നിങ്ങൾ എന്തോ അയച്ചു തന്ന അങ്ങനെയല്ല. ക്രിസ്തുവിലുള്ള സംതൃപ്തി മറ്റൊരാളുടെ ദാനത്തെ നിരസിക്കുന്നതല്ല. ക്രിസ്തുവിലുള്ള സന്തോഷം മറ്റൊരാളുടെ സന്തോഷത്തെ അവഗണിക്കുന്നതല്ല. എനിക്ക് ഇത്രയും സംതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇത്രയും സംതൃപ്തിയുള്ള ഏത് സാഹചര്യത്തിലും ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കാൻ അറിയാതെ എനിക്ക് എന്ത് സഹായം? ആരുടെ സഹായം? വെറുതെ നിങ്ങൾ എപ്പപ്രോദോസിനെ ഇങ്ങോട്ട് വിട്ടെന്നാണോ? അതാണ് അപ്പോസ്തലൻ. അതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ മൂല്യം. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ സാഹചര്യങ്ങളിൽ എന്നെ മുന്നോട്ട് നടത്തുന്ന കർത്താവ്, ആ കർത്താവിൽ ഞാൻ ആശ്രയിക്കുകയും സന്തോഷിക്കുകയും സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുമ്പോൾ തന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു, എന്നാൽ എന്റെ ആവശ്യങ്ങളിൽ എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. എന്നിട്ടും എന്റെ പ്രയാസങ്ങൾ നിങ്ങൾ എന്നെ സഹായിച്ചത് ശ്ലാഘനീയം തന്നെ, വളരെ പ്രശംസനീയം തന്നെ. ഫിലിപ്പ്യരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ല ഒരു സഭയും
വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. എത്ര കൃത്യമായിട്ടാണ് അപ്പോസ്തലൻ. ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ കാര്യം. ക്രിസ്തുവിൽ സംതൃപ്തി കണ്ടെത്തുന്നവരുടെ ജീവിതത്തിൽ വ്യക്തികൾ, സഭകൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് വ്യക്തമായ ഓർമ്മ അവർക്ക് ഉണ്ട്. അല്ലാതെ നന്ദിയില്ലാത്തവരല്ല. ക്രിസ്തുവിൽ സംതൃപ്തി ഉള്ളതുകൊണ്ട് ഇനി വേറെ ആരും ചെയ്ത ഒരു കാര്യത്തിലും എനിക്ക് സംതൃപ്തിയില്ല, ഒന്നും ആകത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യർ തന്ന എത്ര തരും, ഇങ്ങനെയുള്ള ഈ ഉണ്ടല്ലോ അവഗണനയുടെ വാക്കൊന്നും, ഇതൊക്കെ വെറുതെ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര പ്രശംസനീയമായ വാക്കുകളാണ്. അങ്ങനെ അല്ല പ്രിയപ്പെട്ടവരെ. തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോഴാണ്, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് ഇതേ അപ്പോസ്തലൻ ഒരു ജനറസ് ഗിവിങ്ങിനായി, ഔദാര്യമായി കൊടുക്കാനായി സഭകളെ എങ്ങനെയാണ് സജ്ജീകരിച്ചതെന്നുള്ളത്, എങ്ങനെയാണ് ഒരുക്കിയെടുത്തെന്നുള്ളത്, കൊരിന്ത്യരോട് മക്കതോന്യയുടെ കാര്യം, മക്കതോന്യരോട് കൊരിന്ത്യരുടെ കാര്യം, എങ്ങനെയാണ് അതിനെ ഇനിയൊന്നും വേണ്ട, കർത്താവല്ലേ നടത്തുന്നേ, കർത്താവല്ലേ മതിയായവൻ, കർത്താവിൽ സംതൃപ്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ കാര്യം നോക്കിക്കൊള്ളാനല്ല, ജനത്തെ, ദൈവജനത്തെ സന്തോഷത്തോടെ കൊടുക്കുന്നവരാക്കി, ചിയർഫുൾ ഗിവേഴ്സ് ആക്കി, ജനറസായി കൊടുക്കുന്നവരാക്കി തീർക്കാൻ അവരെ സജ്ജരാക്കുന്ന അനുഗ്രഹീത വചനങ്ങളാണ്. തുടർന്ന് ഈ ഭാഗങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട് 2 കൊരിന്ത്യർ 8-9 അധ്യായം കൂടെ വായിക്കും. നമ്മുടെ ദൈവസഭയിൽ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാനത് അല്പം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സമയത്തിന്റെ അനുസരിച്ച്. എന്നാൽ ഇനി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തികച്ചും ഭൗതികമാണ്. പുതിയ നിയമസഭയിൽ, അതായത് ആത്മീകത്തിൽ നിന്ന് ഭൗതികം കൊയ്യുവല്ല, എന്നാൽ ഭൗതികമായ വിഷയങ്ങളിൽ ദൈവസഭ എങ്ങനായിരിക്കണം, എങ്ങനാണ് ദൈവം ഭൗതികമായ വിഷയങ്ങളിൽ പരസ്പരമായിരിക്കേണ്ടതും ദൈവത്തോടും ദൈവം നമ്മോടുമായിരിക്കുന്നത്, അത് അങ്ങനെ തന്നെ പച്ചയ്ക്ക് പറയുക. അതിന് ആത്മീയമായ ഒരു വാക്കെടുത്തിട്ട് വേറൊന്ന് അതിനെ മാറ്റിയൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നു അത് വലിയ, നമുക്ക് അങ്ങനത്തെ വിഷയങ്ങൾ, നമുക്ക് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കാൻ അത്ര ഇഷ്ടമല്ല, കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് പൊതുവെ ദൈവസഭകൾ. എങ്ങനെ? അതുകൊണ്ടാണല്ലോ സഭകളിലെല്ലാം ഇന്നാണ് ആ ദിവസം, ദൈവം ആരാധിക്ക്, ദൈവം നൽകി തരൂ, എല്ലാം ദൈവത്തിന് ഇങ്ങോട്ട് ദൈവം നൽകി തരുന്ന കാര്യങ്ങളാക്കി എല്ലാ ആത്മീക മർമ്മമടങ്ങിയ വചനങ്ങളെ മുഴുവനും ഭൗതികവൽക്കരിച്ച എന്തുകൊണ്ടാ? കേൾവിക്കാർ ആരാണ്? കേൾവിക്കാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണ്? ദൈവം ഇന്ന് ഇങ്ങോട്ട് ചെയ്യുന്ന പ്രവർത്തികളെ കേൾക്കാൻ ഇഷ്ടമുള്ള കാതുകളും ഹൃദയങ്ങളും ഉള്ളവരായതുകൊണ്ട് പ്രാസംഗികർ എന്ത് ചെയ്യാണ്? ഉപദേഷ്ടക്കന്മാർ യഥാർത്ഥമായി മനം തിരിയേണ്ട വചനം പോലും അത് മാറ്റി വെച്ചുകൊണ്ട് ദൈവം നിന്റെ ജീവിതത്തിൽ ഇവണ്ണം പ്രവർത്തിക്കും, ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് കൊടുക്കുന്ന, ദൈവത്തിൽ നിന്നും മേടിക്കാൻ മാത്രം, ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ മാത്രമുള്ള ശ്രദ്ധയോടുകൂടെ ദൈവസഭയിലെ ഹൃദയങ്ങളെ വശീകരിച്ച് കൊണ്ടുപോകുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളും ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും അങ്ങനല്ല. അവർ ദൈവജനത്തിന് സന്ദേശം കൊടുക്കുമ്പോൾ, നിലനിൽക്കേണ്ട അടിസ്ഥാനം കൊടുക്കുമ്പോൾ തന്നെ അവരെയും അവർക്കുള്ളതിനെയും ദൈവത്തിന് കൊടുക്കുവാനുള്ള ഒരു ഔദാര്യമേറിയ മനസ്സിന്റെ ഉടമകളാക്കി വാർത്തെടുത്തിരുന്നു. അത് കേൾക്കുമ്പോൾ അതവർക്ക് അനുഗ്രഹമായിരുന്നു. ഇന്നത് കേൾക്കാൻ ഇഷ്ടമില്ല. കാരണം കേൾക്കുമ്പോൾ വ്യത്യസ്തമായ മനോഭാവങ്ങളാണ്. അതുകൊണ്ട് മനസ്സിലാകാതെ പോവുകയാണ് എങ്ങനെയാണ് ദൈവത്തിനു വേണ്ടി, തന്റെ സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണ് നാം ജനറസ് ഗിവേഴ്സായി, ഷിയർഫുൾ ഗിവേഴ്സായി, സന്തോഷത്തോടെ കൊടുക്കുന്നവരാക്കി അത് നമ്മളെ തീർക്കുന്ന ഒരു വലിയ മർമ്മം വേദപുസ്തകത്തിലുണ്ട്.
ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്ന് സ്വീകരിപ്പാൻ എന്തുവേതും ആരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പത്തും ഉയർച്ചയും ജോലിയും പറഞ്ഞാൽ തീരാത്ത ഒരു നീണ്ട പട്ടിക തന്നെ ദൈവത്തിൽ നിന്ന് സ്വീകരിപ്പാൻ മനുഷ്യർ ഓടി നടക്കുമ്പോൾ അപ്പോസ്തലന്റെ ഏറ്റവും വലിയൊരു ദൗത്യമായിരുന്നു, നിങ്ങൾ എങ്ങനെ ദൈവത്തിന് കൊടുക്കുന്നവരാകും. അങ്ങനെ ഉള്ളവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ദൈവമാക്കുന്നതെന്ന് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളും കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവം നമ്മളെ ഇന്നോളം ഇടയാക്കി, കർത്താവിന്റെ കൊടുപ്പാനും ദൈവം നമ്മളെ ഇന്നോളം ഇടയാക്കി. എന്നാൽ ദൈവം ഒരു കാര്യം കൂടെ ആഗ്രഹിക്കുന്നു, കേവലം ദൈവത്തിനു വേണ്ടി കൊടുക്കുന്നവരല്ല, സമ്മതത്താലോ സാഹചര്യത്താലോ ഭയത്താലോ ഏതെങ്കിലും മറ്റൊരു ലക്ഷ്യത്താലോ കൊടുത്താൽ കിട്ടുമെന്നുള്ള ലക്ഷ്യത്താലോ ഒന്നുമല്ല, പിന്നെയോ സന്തോഷത്തോടെ ദൈവത്തിനു വേണ്ടി നമ്മയും നമുക്കുള്ളതിനെയും കൊടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് പുതിയ നിയമത്തിന്റെ വലിയൊരു ഉപദേശം തന്നെ. ഇത് ഫിലിപ്പിയ ലേഖനത്തിൽ അവസാന ഭാഗം അതിനുവേണ്ടി അപ്പോസ്തലൻ വേർതിരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. വ്യക്തമായി എഴുതുകയാണ്, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. സാമ്പത്തികമായ ഒരു കണക്കിലേക്ക്, ഒരു കടപ്പാടിലേക്ക്, നിങ്ങൾ എന്തെനിക്ക് ചെയ്തു എന്ന് ക്രിസ്തുവിലുള്ള സംതൃപ്തി കാരണം കേട്ടോ. ചിലർക്ക് ക്രിസ്തുവിലുള്ള സന്തോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ ചെയ്യുന്നൊന്നും ഒരു ഓർമ്മയില്ല. അതല്ല ക്രിസ്തുവിനുള്ള സന്തോഷം. ക്രിസ്തുവിനുള്ള സന്തോഷം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരെയും ഓർമ്മയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. എന്താ അങ്ങനെ അല്ല. ക്രിസ്തുവിനുള്ള സന്തോഷവും ക്രിസ്തുവിനുള്ള സമാധാനവും ക്രിസ്തുവിനുള്ള സംതൃപ്തിയും ഉണ്ടല്ലോ. മനുഷ്യർ, വ്യക്തികൾ ഓരോരുത്തരും തന്റെ ഔദാര്യ മനസ്സോടെ മറ്റുള്ളവർ പരസ്പരം സഹായിക്കുന്ന സഹായവും കരുതലുകളെ കുറിച്ച് വ്യക്തമായ ഓർമ്മയുണ്ടായിരിക്കണം. ഇത് ബാലൻസ്ഡാ. അതുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ. കൃത്യ കണക്കൊണ്ട് തന്റെ ഹൃദയത്തിൽ ഇത്രയും തിരക്കുള്ള അപ്പോസ്തലൻ, ഇത്രയും യാത്ര ചെയ്യുന്ന, ഇത്രയധികം മിഷണറി യാത്ര ചെയ്യുന്ന വ്യക്തി, അനവധി സഭകളെ കുറിച്ച് അധികം വിചാരമുള്ള മനുഷ്യൻ, ഓരോ സഭയ്ക്കും ലേഖനം എഴുതുമ്പോൾ ആ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിലുള്ള അവരുടെ മനസ്ഥിതി എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, അതിനുള്ള അവരുടെ കൃപ എന്താണെന്ന് വ്യക്തമായ അപ്പോസ്തലൻ അറിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ക്വാളിറ്റി കൊണ്ട്, നമ്മുടെ ഒരു സ്വഭാവ ഗുണം കൊണ്ട് മറ്റൊരു സ്വഭാവ ദോഷത്തെ മൂടി വെക്കാൻ ആരും വിചാരിക്കല്ലേ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഏത് മേഖലയിലാണോ എനിക്ക് ഏറ്റവും ആ മേഖലയെ ഉയർത്തിയിട്ട് എനിക്ക് ഒട്ടും പറ്റാത്ത മേഖലകളെ, എനിക്ക് കഴിവുള്ള, എനിക്ക് ഗുണമുള്ള, എനിക്ക് അല്പം മെച്ചമുള്ള മേഖലകളെ ഞാൻ തീരെ മോശമായ മേഖലകളെ മറയ്ക്കാൻ ഉപയോഗിക്കാൻ എനിക്കൊരു വ്യവസ്ഥയുമില്ല. അങ്ങനെ ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് വായിക്കും മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓടിച്ച് വായിക്കാം ഈ ഭാഗം മാത്രം. നിങ്ങളുടെ പ്രത്യേകത എനിക്കറിയാം. എത്ര സഭകൾ സ്ഥാപിച്ച ഭക്തനാ, എത്ര ഇടങ്ങളിൽ വേല ചെയ്തൊരു ദൈവമനുഷ്യനാ. അദ്ദേഹം പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ. ഫിലിപ്പ്യരേ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. നിങ്ങളാരുമല്ല എന്റെ ബുദ്ധിമുട്ട് തീർത്തെ. അങ്ങനെ നിങ്ങളൊന്നും തീരുന്ന ബുദ്ധിമുട്ടല്ല എന്റെ. വിശ്വാസം ഇച്ചിരി കൂടിപ്പോയ ആൾക്കാരുടെ സംസാരം. പിന്നെ ദൈവം തന്നാലേ ബുദ്ധിമുട്ടൊക്കെ തീരത്തുള്ളൂ. ആരായി പറയുന്നേ? സമയാസമയങ്ങളിൽ മനുഷ്യരാൽ സഹായം പ്രാപിച്ചവർ പറയാണ്, ദൈവം തന്നാലേ എന്റെ ബുദ്ധിമുട്ട്. ദൈവമായി തരുന്നേ. അതിനാണ് സഭയെ സജ്ജമാക്കുന്നേ. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യരായി തീരാൻ, ദൈവം ഉപയോഗിക്കുന്ന കൈക്കിണങ്ങിയ ആയുധമായി തീരാൻ,
സഭകൾക്ക്, ശുശ്രൂഷകർക്ക്, വ്യക്തികൾക്ക്, സമൂഹത്തിന് ദൈവത്താൽ പ്രയോജനപ്പെടുന്ന ആയുധമായി തീരാനുള്ള വചനമാണ് നൽകി കൊടുക്കുന്നേ. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക. ദൈവം മനുഷ്യരെയാണ് ഉപയോഗിക്കുന്നത്, ദൈവം വ്യക്തികളെയാണ് ഉപയോഗിക്കുന്നത്. ദൈവം തന്റെ ഭക്തന്മാരെ നടത്തുവാൻ, തന്റെ സഭയെ നടത്തുവാൻ, തന്റെ വേല നടത്തുവാൻ. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ കൊടുക്കുന്നവരുടെ ഒരു ശബ്ദം ഇവിടെ കേൾപ്പാനില്ല. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഫിലിപ്പിയരുടെ ശബ്ദമൊന്നും ഇവിടെ, പിന്നെയോ പൗലോസിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എപ്പപ്രോദിത്വത്തിന്റെ ബഹളമൊന്നും ഇവിടെ കേൾക്കുന്നില്ല. കൊണ്ടുവന്ന ആളും മൗനം, കൊടുത്തു വിട്ടവരും മൗനം. പക്ഷെ മേടിച്ചാക്ക് നല്ല ബോധ്യം. നമ്മുടെ നാട്ടിലെങ്ങനാ, സഭകളിലെങ്ങനാ? കൊടുത്തു വിട്ടവരും കൊണ്ടുവന്നവരുമാണ് അവിടുത്തെ പ്രധാനികൾ. അവർക്കാണ് അവിടെ തലയെടുപ്പ്. നമ്മുടെ സഭയിൽ അങ്ങനെ ഇല്ലാത്തതിനായി ദൈവത്തിന് സ്തോത്രം. കൊടുത്തു വിട്ടവരും കൊണ്ടുവന്നവരും മേൽക്കോയ്മ എടുക്കുമ്പോൾ നാം ഈ ലേഖനം പഠിക്കുന്ന കൊടുത്തു വിട്ടവരെ കൊണ്ടുവന്നവരെ ഉയർത്താനല്ല, കൊടുക്കാൻ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശീലന കളരിയിലേക്ക് പ്രവേശിപ്പാനാ. അറിഞ്ഞില്ല, കണ്ടില്ല, എനിക്കറിയത്തില്ലായിരുന്നു എന്നൊന്നും ഒരു എക്സ്ക്യൂസും ആർക്കും പറയാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയെ പരിശീലിപ്പിക്കുന്നുണ്ട്. ജനറസ് ഗീവിങ്ങിന്, ചിയർഫുൾ ഗീവിങ്ങിന്, ഔദാര്യമായി കൊടുക്കുന്നതിനും സന്തോഷത്തോടെ കൊടുക്കുന്നതിനും. ഒരാൾക്കും ആ നാളിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ അങ്ങനെ കരുതിയിലൊക്കെ അങ്ങനെ അറിയത്തില്ലായിരുന്നു, ഞങ്ങളുടെ സഭ, ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കും എനിക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചേക്കുക. ബാക്കി നിങ്ങൾ പ്രവചന പുസ്തകം എന്തെല്ലാം വാഗ്ദത്തം ഏറ്റെടുത്തു, ഇത് മാത്രം കണ്ടില്ലേ? ഏതെല്ലാം വാക്യങ്ങൾ ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഈ വാക്യം മാത്രം കാണത്തില്ല. ബാക്കി എല്ലായിടത്തൊന്നും. അതാ ഞാൻ പറഞ്ഞേ, റിസീവ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്നത്തെ തലമുറ ഭയങ്കര ഫാസ്റ്റാ, പക്ഷെ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ സ്ലോയാ. ഇത് പുതിയ നിയമസഭ. എനിക്ക് ഈ മെസ്സേജ് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. പക്ഷെ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന പറയുന്നേ. ലേഖന പഠനത്തിന്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ആർക്കും പറയാൻ പറ്റത്തില്ല ഇന്ന് പ്രത്യേകിച്ച് ആ ഭാഗം എടുത്തോണ്ട് വന്നെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് എടുക്കുന്ന ഭാഗം, ഇന്ന് എടുക്കേണ്ട ഭാഗം തന്നെയാണ്. വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ. ഇനിയും കേട്ടോണേ, എനിക്കറിയാം സമയം തീർന്നു, ഞാൻ അടുത്ത ആഴ്ച എടുത്തോളാം. അടുത്ത ആഴ്ച എനിക്ക് പനിയൊന്നും വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ, ചുമയൊന്നും പ്രാർത്ഥിക്കല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല, ചുമ്മാ വന്ന. എന്താണെന്നറിയാവോ, ഈ 19-ാം വാക്യം, ഈ 19-ാം വാക്യം അറിയത്തോളം ഒറ്റ പെന്തിക്കോസ്തുകാരുമില്ല. എന്തോ 19-ാമത്തെ വാക്യം? ഫിലിപ്പിയർ 4:19. ക്രിസ്തുവിലുള്ള സന്തോഷം കാണത്തില്ല, സമാധാനവും കാണത്തില്ല, സംതൃപ്തിയും കാണത്തില്ല. പക്ഷെ പെന്തിക്കോസ്താരോട് ചോദിച്ചാൽ ഈ ഫിലിപ്പിയർ 4:19 കാണാപ്പാടോ? എന്തോ അതും ഭിത്തിയിലുണ്ട്. എന്റെ വലത്തുവശത്തില്ല കേട്ടോ, ഇടതുവശത്ത് മറ്റേതുണ്ട്, അതും ഭിത്തിയിലുണ്ട്. എന്തോ ആ വാക്യം? ഫിലിപ്പിയർ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് അറിയത്തേ ഇല്ലെന്നുള്ള മറ്റെല്ലാം നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയാം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി. ഈ 2 വാക്യം ഫിലിപ്പിയർക്ക് നടത്തിയെടുത്തേക്കുക. ഒന്ന്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം. അതെന്തിനു വേണ്ടിയുള്ള വാക്യമാ? ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. അതെന്തിനു വേണ്ടിയുള്ള വാക്യമാ? ദൈവീയ വീക്ഷണത്തിലേക്ക് മനം തിരിയാൻ. അത് എന്തിനു വേണ്ടിയുള്ള വാക്യമാ? ദൈവത്തിന്റെ സ്വഭാവ വീക്ഷണത്തിലേക്ക് മനം തിരിയാൻ സ്വയം പ്രാപ്തിയില്ലാത്തവനെ പ്രാപ്തി കൊടുക്കുന്ന വാക്യം. അതെങ്ങനെ മാറ്റി, എങ്ങനെ അതിനെ അടർത്തി? എനിക്കിഷ്ടമുള്ളത്, എനിക്ക് കഴിയാത്തതൊക്കെ ചെയ്യാൻ പ്രാപ്തി തരുന്നത്. അയ്യോ, നിനക്ക് കഴിയാത്തൊക്കെ ചെയ്യാനല്ല, ദൈവം നിന്നിൽ പ്രതീക്ഷിക്കുന്നത് നിനക്ക് കൊടുക്കാൻ കഴിയാത്ത ചെയ്യാൻ കഴിവുള്ള ദൈവം. ഞാൻ ഈ പർട്ടിക്കുലർ വാക്യത്തിന്റെ കാര്യം പറഞ്ഞ് സർവശക്തിയുള്ള ദൈവത്തെ മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്, അത് നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് അറിയാം. 2, വീണ്ടും ഇതാ ഒരു വാക്യം കിട്ടി ഫിലിപ്പിയർ ലേഖനത്തിന്ന്. എന്താണ് ആ വാക്യം? ഓ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തന്റെ മഹത്വത്തോടെ തീർത്തു തരും. എവിടെ നടത്തിയെടുത്തു? ഇത് ആരോടാ പറഞ്ഞേ? ഇത് ആർക്കുള്ള വാഗ്ദാനമാ? ഇത് ആർക്കു വേണ്ടിയുള്ള പ്രോമിസാ? വരവ് ചിലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിക്കുകയും അപ്പോസ്തലൻ ബുദ്ധിമുട്ടുന്നു എന്നറിഞ്ഞ കഠിന ശോധനയിലും
കഠിന ദാരിദ്ര്യരായിരുന്നിട്ടും അയച്ചു കൊടുത്തവരോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ആരെ അടി കയറി എടുക്കുക? ജീവിതത്തിൽ സഭയുടെ ഒരു കാര്യത്തിൽ 10 പൈസ ചെലവാക്കാത്ത, രോഗികൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്ന് പോയി കണ്ട് 10 രൂപ കൊടുക്കാത്ത, കഠിന ശോധനയിലൂടെ പലരും പോയിട്ട് തിരിഞ്ഞു നോക്കാത്ത ഈ വാക്യം പിടിച്ചു വെച്ചിട്ട്, എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ട്, ഇവിടെ ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ വേർഷനിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. യഥാർത്ഥ ഇത് നിന്റെ ആവശ്യങ്ങളൊക്കെയും. എനിക്കറിയാം, ഞാനൊരു പക്ഷേ ഇച്ചിരി ഷാർപ്പായിട്ടായിരിക്കും സംസാരിച്ച്, നിങ്ങളോട് ക്ഷമിക്കുക. പക്ഷെ ഞാൻ അടുത്ത ആഴ്ചയിൽ ഈ ജനറസ്, എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ജനറസ് ഗീവിങ്ങിനെ കുറിച്ചും ചിയർഫുൾ പാസ്റ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്റെ ഹൃദയത്തെ ഹേമിക്കുന്നോണ്ട് ഞാൻ പറയട്ടെ, ജനറസ് ഗിവിങ്ങും ചിയർഫുൾ ഗിവിങ്ങും നമ്മുടെ സഭ ജനറസ് ഗീവേഴ്സായി ചിയർഫുൾ ഗീവേഴ്സായി മാറിയേ പറ്റൂ. എങ്ങനെ പറ്റും? സാഹചര്യമാണോ ഇതിന് മാറണ്ടേ? സാമ്പത്തിക അവസ്ഥയാണോ മാറണ്ടേ? അതോ നമ്മുടെ മാനസിക അവസ്ഥയാണോ മാറണ്ടേ? ഇതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ എനിക്ക് അവസാനിപ്പിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തോട് വിശ്വസ്തരായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്വഭാവത്തിന് രൂപാന്തരമില്ലാത്തതിന് കൊടുക്കുന്ന പ്രാപ്തിയല്ല എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതി. ദൈവസഭയുടെ വരവ് ചെലവ് കാര്യത്തിലും ദൈവവേലയ്ക്കും കൂട്ടായ്മ കാണിക്കാത്തവർക്കുള്ള വാഗ്ദാനമല്ല എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ. ആരോട് പറയുന്നതാണ്? നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇത് എന്റെ സഹായമില്ലാതെ തന്നെ ഇത് വായിക്കുന്ന ഒരാൾക്കും വിശ്വസ്തയോടും നീതിയോടും നിഷ്പക്ഷമായും ഈ വേദഭാഗം വായിച്ചാൽ മനസ്സിലാകും ഇത് ആർക്കുള്ള സന്ദേശമാണെന്ന്. എന്റെ പ്രിയരെ, കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ വാക്കുകൾ അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കും. കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം അധ്യായം നമ്മൾ ചിന്തിക്കും. അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഒരു വാക്ക് എനിക്ക് എന്റെ ഹൃദയം പറയുന്നു, അതൊന്ന് വായിച്ച് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയുന്നു. അതൊരു ചിന്തയ്ക്ക് വേണ്ടി മാത്രം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അവിടെ പറഞ്ഞ ഒരു വാക്ക് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 8:6, 8:7, 2 Corinthians chapter 8 verse 7. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും, എന്ന് വെച്ചാൽ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിലും നിങ്ങൾ മുന്തി വരുവീൻ. അപ്പൊ ഞാനതാ പറഞ്ഞേ, എനിക്ക് എന്തുണ്ട്? എനിക്ക് വിശ്വാസമുണ്ട്, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്നിലാണ്. പക്ഷെ പോരാ, ഒരു കാര്യത്തിലൂടെ നിങ്ങൾ മുന്നിലാകണം. ദൈവത്തിനു വേണ്ടി കൊടുക്കുന്ന കാര്യത്തിലും നിങ്ങൾ മുന്നിൽ. ഈ മേൽപ്പറഞ്ഞ നിങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യവും ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങളെ പിന്നിലാക്കാനുള്ള എക്സ്ക്യൂസ് അല്ല. പിന്നെയോ ഈ ക്വാളിറ്റീസിനെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, ഈ കാര്യങ്ങൾ നിങ്ങൾ മുന്നിലാണെങ്കിൽ അവന് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മുന്നിലായിരിക്കണം. ഇനി കൊടുക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ അയ്യോ എന്ത് കൊടുക്കും, എത്ര കൊടുക്കും, അയ്യോ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. എത്ര കൊടുക്കും, എന്ത് കൊടുക്കും എന്നുള്ള ഇവിടുത്തെ വിഷയം. ഞാനൊരു ചിയർഫുൾ ഗീവറാണ്. എനിക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് ഔദാര്യമായി കൊടുക്കാൻ. ഈ ചിന്തകളെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രീകരിപ്പാനും ചിന്തിപ്പാനും നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്കതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അതുമായി ഒരു ബന്ധമില്ലാത്ത ജീവിതം നയിച്ചിട്ട് ചില വാക്യങ്ങൾ കണ്ണിനിമ്പവും കാതിനിമ്പവും മനസ്സിന് സമാധാനവും തരുന്നുള്ള ഒറ്റ കാരണത്താൽ സാഹചര്യങ്ങളിൽ നിന്ന് സന്ദർഭങ്ങൾ നടത്തിയെടുത്ത് അതിനെ ഒരു വാഗ്ദാന വാക്യമായി ഹൃദയത്തിൽ വെക്കാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുത്. ഒരു വാക്യം ഞാൻ വിശ്വസിക്കുമ്പോൾ അതിന്റെ സന്ദർഭം എന്തെന്ന് മനസ്സിലാക്കി എന്റെ ജീവിതം കൂടെ അതിന് വിട്ടുകൊടുത്തുകൊണ്ട് ആ വാഗ്ദാനങ്ങളെ മുറുകെ പിടിപ്പാൻ എന്നെ സഹായിക്കണേ എന്ന് ഇന്ന് രാത്രി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമോ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും എന്റെ പൂർണ്ണ മഹത്വത്തോടെ, ദൈവത്തിന്റെ മഹത്വത്തോടെ ക്രിസ്തു യേശു നമുക്ക് പൂർണ്ണമായി തീർത്തു തരും. നാം വളർന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ, നാം വചനങ്ങളെ ഗ്രഹിപ്പാൻ പ്രാപ്തരായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. കണ്ടില്ല അറിഞ്ഞില്ല നടിക്കാനുള്ള പ്രായം, നമ്മുടെ ശൈശവ പ്രായം കടന്നുപോയിരിക്കുന്നു പ്രിയരെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ചിന്തയോട് നീതി പുലർത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ ആടിയുലയുമ്പോൾ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ഓടുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങളെക്കാൾ അധികം ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഴിയാത്ത കാര്യങ്ങൾക്ക് പ്രാപ്തി തരുവാൻ, കർത്താവിന് വേണ്ടി അവന്റെ സ്വഭാവത്തിലേക്ക്, അവന്റെ വീക്ഷണത്തിലേക്ക് നമ്മളെ ആക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവികമായ സഹായം ക്രിസ്തുവിലൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് സംതൃപ്തിയോടെ മുന്നേറാം.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.